നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെയും അതിനു മുമ്പ് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയറുകളിലെയും ഒക്കെ തിരിച്ചടിയിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ബ്രസീലിന് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തിരിച്ചടിയുടെ വാർത്ത തന്നെയാണ് വീണ്ടും വന്നത്. പെഡ്രോ അവർ വളരെ പ്രതീക്ഷയോടുകൂടി തവണ സ്ക്വാഡിലേക്ക് എടുത്താണ്. ബ്രസീലിയൻ ലീഗിൽ ഗോളടിച്ച് തിമിർക്കുകയാണ്. ആ പെഡ്രോക്ക് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നു. ACL ഇഞ്ചുറിയാണ്. കാൽമുട്ടിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ഏതാണ്ട് 9, 10, 12 മാസക്കാലം പുറത്തിരിക്കേണ്ടി വന്നേക്കും. നെയ്മർക്ക് പറ്റിയ അതേ ഇഞ്ചുറിയാണ് പെഡ്രോക്കും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പറയുന്നത്. ഏതായാലും ഇക്വഡോറിനെതിരെ നാളെ കളിക്കാനിറങ്ങുമ്പോൾ, നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെയാണ് കളിക്കാനിറങ്ങുമ്പോൾ ആരെ സ്ട്രൈക്കറുടെ റോളിൽ ഡൊറിവാൾ ജൂനിയർ ഇറക്കുമെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. എൻട്രിക്കിനെ വെച്ചുകൊണ്ട് തന്നെ കളിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ പരീക്ഷിച്ച ഫസ്റ്റ് 11 നമ്മളൊന്ന് നോക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ആലീസൺ ബെക്കർ, ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും എദർ ബിലിറ്റാവോയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരു പാർശ്വങ്ങളിലായിട്ട് അരാനയും ഡാനിലോയും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസും ആന്ദ്രയും, പിന്നെ അവരോടൊപ്പം മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ലൂക്കാസ് പക്വേറ്റയും, മുന്നേറ്റങ്ങൾ നയിക്കാൻ റയൽ മാഡ്രിഡിൻ്റെ ട്രയോ, അതായത് വിനി ജൂനിയർ ഇടതുപാർശ്വത്തിൽ, വലതുപാർശ്വത്തിൽ റോഡ്രിഗോ, സ്ട്രൈക്കറുടെ റോളിൽ എൻട്രിക്ക്. അപ്പം ഒരുമിച്ച് കളിച്ച് മുന്നേറ്റങ്ങൾ നയിക്കാൻ വലിയ രൂപത്തിൽ പരിചയമുള്ള ട്രയോയെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകർ. ഏതായാലും ഇതാണ് ബ്രസീലിൻ്റെ കോച്ച് ഇന്നലെ പരീക്ഷിച്ചിട്ടുള്ള 11. ഇനി മറ്റു മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നത്തെ ട്രെയിനിങ് സെഷനോടുകൂടി കൂടുതൽ വ്യക്തത വരും. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.